എന്തായാലും സംഭവം ഇമിഗ്രേഷൻ ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ചെറിയ എയർപോർട്ടാണ് കേട്ടോ. ഇത് ഇങ്ങനെ കേട്ടോ, കുറേ എയറോ ബ്രിഡ്ജ് പോലെ ഇങ്ങനെ ലിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതിൽ കൂടി നമ്മുടെ ആദ്യം ഇമിഗ്രേഷന് പോയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു യൂ ടേൺ എടുത്തിട്ട് അടുത്ത ടെർമിനലാവും. ആ ടെർമിനലിൽ ഇതേ കണക്ക് ആൾക്കാർ വരുന്നുണ്ടോ ഈ ബ്രിഡ്ജിൽ ഇങ്ങനെ ഇതിൽ കൂടി ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. ഞാൻ തുക്കിന്ന് എൻ്റെ ഹാൻഡ് ക്യാരി ലഗേജിലിട്ടായിരുന്നു. എനിക്ക് അതായത് വലിച്ചുകൊണ്ട് നടക്കാൻ വയ്യാന്ന് വിചാരിച്ച് ലഗേജിലിട്ടു. എനിക്ക് ലഗേജ് ഉണ്ടല്ലോ, അത് വേറെ. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ ലഗേജ് എടുക്കാൻ വന്നു. ഇത് ചെറിയ ബെൽറ്റുകളാണ് കേട്ടോ, വെരി സ്മോൾ ബെൽറ്റ്സ് അല്ലേ, ചെറിയ ബെൽറ്റാണ്. എന്തായാലും ലഗേജ് വരാൻ സമയം എടുക്കുമെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ ലഗേജിൽ സാധനം ഇട്ടാലുള്ള ബെൽറ്റ് ഉണ്ട്, ചെറിയൊരു ബെൽറ്റ്. ഇത്രയേ ഉള്ളൂ ബെൽറ്റ്, വെരി സ്മോൾ. ആവശ്യം പോലെ ലഗേജ് ഉണ്ട്. നമ്മളതിനി എവിടെ കിടക്കുകയാണെന്ന് ആർക്കും ഒരു പിടുത്തമില്ല. അത് വന്നാലേ പോകാൻ പറ്റുള്ളൂ. അതുവരേക്കും ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും അപ്പോഴത്തേക്കൊന്ന് ടോയ്ലറ്റിലേക്ക് പോയി വരാം. ജനങ്ങളെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ ബെൽറ്റ് നമ്പർ 2 ആണ്. നമ്മൾ ഇസ്താംബുൾ എയർപോർട്ടിൽ കണ്ട ബെൽറ്റ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല ഇത്. അവിടുത്തെ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പം. അങ്ങനെ എയർപോർട്ടിന് വെളിയിലേക്ക് വന്നിട്ടുണ്ട്, ഔട്ട് സൈഡിലെത്തി. ഇത് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഫ്രാൻസിൽ കാലുകുത്തി. ഇനിയിപ്പോൾ അവിടുത്തെ ഹോട്ടൽ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. നമ്മളെ കാത്തല്ല എന്തായാലും ഹോട്ടലിൽ ആൾക്കാർ കാത്തു നിൽക്കുന്നത്. അവർക്ക് ഇത്രയും വലിയ സെറ്റപ്പ് ഇല്ലല്ലോ. അത് കാരണം ഈ കാത്തിക്കുന്ന ജനങ്ങളെല്ലാം ഓരോരുത്തർ തേടി വന്നത് കേട്ടോ. അതുപോലെ ഹോട്ടലിൻ്റെ ഡ്രൈവേഴ്സും ഒക്കെ ഉണ്ട്. ഇതുവഴിയാണ് എക്സിറ്റ് എന്നൊരു മനസ്സിലാവുന്നില്ല. ഇതുവഴിയായിരിക്കും എക്സിറ്റ്. എന്തായാലും നമുക്ക് പുറത്തേക്ക് പോവാം. പുറത്തേക്ക് പോയിട്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ഇനി ഇവിടെ നിന്ന് CDG വാൾവ് എന്ന് പറയുന്ന ഷട്ടിൽ വരുന്ന കേട്ടോ. ആ ഭാഗത്തൂടെ ഷട്ടിൽ വരും. ഷട്ടിലിൽ കയറി നമ്മളിങ്ങനെ ടെർമിനൽ 3 പോയി ഇറങ്ങണം. ഷട്ടിലിപ്പോൾ വരും. ഷട്ടിലിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ഷട്ടിൽ 3 ആണ് ടെർമിനലിലേക്ക് പോകാൻ. പിന്നെ ടെർമിനലിൽ നിന്ന് നമുക്ക് ട്രെയിൻ കിട്ടും. കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഷട്ടിലിൽ കയറാൻ വേണ്ടിയിട്ട്. ആദ്യം ഷട്ടിൽ വരുന്നുണ്ട് കേട്ടോ. വരുന്നതാണ് ഷട്ടിൽ. വളരെ ക്വയറ്റാണ്, അത്ര തിരക്കൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ പാരീസ് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇതേ വരുന്നുണ്ട്. 2 ബോഗിയുള്ള ഒരു ചെറിയൊരു ഷട്ടിലാട്ടാ, സ്മോൾ ഷട്ടിൽ. എന്തായാലും ഷട്ടിലെത്തി. നമുക്ക് ഷട്ടിലേക്ക് കയറാം. നമ്മൾ ഷട്ടിലേക്ക് കയറിയത് ടെർമിനൽ 3 പോകുന്ന ഷട്ടിലാണ്. ഷട്ടിലിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ നമുക്ക് പോവാം. എവിടെയാണ് ഷട്ടിലിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്? അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അത് തിരിച്ചങ്ങോട്ട് പോവാം കേട്ടോ. ഈ കാണുന്ന അതേ ട്രാക്കിൽ കൂടി പോവാം. നല്ല സ്പീഡിലാണല്ലോ ഷട്ടിൽ പോകുന്നത്. നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് ഷട്ടിൽ കയറിയത് വളരെ സ്ലോയിലാണ് പോകുന്നത്. ഇതാണ് ഫ്രാൻസ് എയർപോർട്ടിൻ്റെ ഔട്ട് സൈഡ്, പാരീസ്. കണ്ട ഇതൊരു ഇവിടെ കുറച്ച് ആളും തിരക്കൊന്നും ഇല്ലാത്തതുപോലെ തോന്നുന്നു.
കുറച്ച് ദൂരമുണ്ട് കേട്ടോ അടുത്ത ടെർമിനലിലേക്ക് പോകാൻ. എനിക്ക് തോന്നുന്നു ആ ടെർമിനലിലേക്ക് കുറച്ച് നല്ല അടിപൊളിയായിരിക്കാനാണ് സാധ്യത. ഇത് ടെർമിനൽ 3 ആണോ നീ ചോദിക്കണം. ടെർമിനൽ 3 കാർ പാർക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ റൂട്ട് പ്ലാൻ ഇവിടെ ഉണ്ട്. ഫസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് കാർ പാർക്കാണ്. ഇനി നമ്മൾ ടെർമിനൽ 3യിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പാർക്കിംഗ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ് ടെർമിനൽ 2 ഉണ്ട്. പോവാണ്. പെട്ടെന്ന് അവിടേക്ക് എത്തും. അറൗണ്ട് ഒരു 2-3 മിനിറ്റ്സിന്റെ യാത്രയേ ഉള്ളൂ. നല്ല കത്തിച്ച് വിടുകയാണല്ലോ, നല്ല സ്പീഡാണല്ലോ. സാധാരണ ട്രെയിൻ പോകണ അത്രത്തോളം സ്പീഡിൽ പോകാണല്ലോ. അണ്ടർഗ്രൗണ്ട് ആണ് കേട്ടോ. അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് പരിപാടി. ഓ അത്രയും ദൂരമാണോ ടെർമിനൽ 3? അത് കഴിഞ്ഞ് ടെർമിനൽ 2 ഉണ്ട്. അതും വളരെ ദൂരെയാണല്ലോ. നമുക്ക് ടാക്സിയോ ഓലോക്കെ വിളിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പൈസ വാങ്ങുമല്ലേ അവർ. അടിപൊളി. അനൗൺസ് ചെയ്യുന്നുണ്ടോ? അനൗൺസ് ചെയ്യുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല. എത്താറായി. ടെർമിനൽ 3. ഇവിടെ നിന്നാണ് നമുക്ക് മെട്രോ പറഞ്ഞിരിക്കുന്നത്. എത്തി, നമ്മളിവിടെ ഇറങ്ങാം. അപ്പോൾ ടെർമിനൽ 3യിലേക്ക് ഇറങ്ങിയിട്ട് ഇനി ഇവിടുത്തെ വിശേഷം കാണാം. ഇവിടെ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഹോട്ടലിൽ തേടി പോവാം. ഇതിവിടെ മെട്രോ താഴെ കൂടെ മുകളിൽ കൂടെയൊക്കെ വരുന്നുണ്ട്. ടിക്കറ്റ് എടുക്കേണ്ടത് നമുക്ക് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ടത് എവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ക്യാഷ് കൊടുത്ത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. അത് എവിടെ ഉണ്ട് കേട്ടോ. ടിക്കറ്റിങ് ഇവിടെയാണ്. ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ടത്. അങ്ങനെ മെട്രോയ്ക്ക് ടിക്കറ്റ് എടുത്തു, അകത്തേക്ക് പ്രവേശിച്ചു കേട്ടോ. ഇനി പോവേണ്ടതെന്ന് പറഞ്ഞാൽ 24-ാം നമ്പർ ടെർമിനലിലേക്കാണ്. ആദ്യം ഒരു പണി കിട്ടി, അവിടേക്ക് പോയി. പക്ഷേ എൻ്റെ ക്യാമറ ഇവിടെ വെച്ച് ഞാൻ മറന്നു. തിരിച്ചവസാനം കയറേണ്ടി വന്നു. തിരിച്ച് ഉൾട്ട കയറി, ഇത് ഉൾട്ട കയറി അവിടെ വീഴുകയും ചെയ്തു. ആകെ വെപ്രാളം ബഹളം കാണിച്ച് പണിയും കിട്ടി. ഈ 24-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യണം. മെട്രോ ഇപ്പോൾ വരും കേട്ടോ. ഇവിടെ നിന്ന് കയറി 3 സ്റ്റോപ്പ് അപ്പുറത്ത് ഇറങ്ങണം. मैं देखो आपका वीडियो लेना चाहिए. मैं एक्चुअली
ये भी है, क्या बोलूँ, उमर भाई है। अभी रास्ते में मिला है, उमर भाई स्टेशन में मिला मेरे को, होटल दिखाने के लिए बहुत दूर मेरे साथ चल के आया। इतना प्यारा सा आदमी है, बांग्लादेश से है। मेरे को भी बांग्लादेश दोस्त लोग बहुत है, लेकिन उमर भाई की तरह कोई किसी को नहीं मिला, कसम से। अगर मैं रहता तो भी इतना ज़्यादा हार्ड वर्क करके आदमी को हेल्प नहीं करता। लेकिन बड़े माशाल्लाह उमर भाई, आप मेरे को बड़े बड़े दिल से आपने आपने मदद किया। 7 है। ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അകത്തുനിന്നുള്ള കാഴ്ചകൾ കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള സ്ട്രീറ്റ്, നല്ല നല്ല ബിൽഡിങ്ങുകൾ. ഇതൊക്കെ പുതിയ ബിൽഡിങ്ങുകളാണ്, ഒന്നും പഴയതല്ല. പോവാം. 4th ഫ്ലോറിലാണ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ 2 സൈഡിലും റൂംസാണ്. അതുപോലെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ കിച്ചണുണ്ട്. നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പാചകം ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഫുഡ് കൊണ്ടുവന്ന് സ്റ്റോറേജ് ആക്കി വെക്കാം. ഫ്രിഡ്ജുണ്ട്, അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോറേജ് വെക്കാം. പക്ഷേ അത് നമ്മൾ വെക്കുന്ന ഫുഡ് നമ്മൾ പേര് എഴുതി വേണം വെക്കാൻ. ഇവിടെ ലേഡീസിന് പ്രത്യേകം ടോയ്ലറ്റ്സ്, ജെൻസിന് പ്രത്യേകം ടോയ്ലറ്റ്സ്, അങ്ങനെയാണ്. മിക്സ്ഡ് ഡോർമെറ്ററി ആണ്. ആണും പെണ്ണും ഒക്കെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇതാണ് കിച്ചൺ. ആൾക്കാരൊക്കെ ഇത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അപ്പോൾ വെളിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഭയങ്കര കാശ് കൊടുക്കണ്ട. ഇവിടെ ആകുമ്പോഴത്തേക്കും ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നാൽ ബ്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കും. ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിക്കാം. എല്ലാവരും അവിടെ വരുന്നു, കഴിക്കുന്നു. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് എൻ്റെ റൂം. സോറി, 419 ആണ് കേട്ടോ. അകത്ത് ആളുണ്ടാവും, അതുകൊണ്ട് ഇനി അകത്തേക്ക് വീഡിയോ ഇല്ല. ഇതാണ് റൂം. ഇത് ഡോർമെറ്ററി സിസ്റ്റമാണ് കേട്ടോ. മൊത്തം 6 ബെഡാണ്, മിക്സഡ് ആയിട്ടാണ്. ഗേൾസും ബോയ്സും ഒക്കെ ഉണ്ട്. ഒരു വാഷ് ബേസിനുണ്ട്, പിന്നെ തുണിയിടാനുള്ള, ടവലൊക്കെ ഇടാനുള്ള ഹാങ്കേഴ്സ്, അത്യാവശ്യം തുണിയാണെങ്കിൽ ഇടാം, അതിനുണ്ട്. ഇതിൻ്റെ മറ്റൊരു സൈഡാണ് അത് ഈ കാണുന്നത് കേട്ടോ. ഇത്രയുണ്ട് പുള്ളി. ഞാനിപ്പോൾ താമസിക്കുന്ന 4th ഫ്ലോറിൽ. അവിടെ നിന്ന് ഇത്രയും ഉണ്ട് താഴെ വരയ്ക്കും. കാണുന്നുണ്ടോ? അതിൽ മേളറ്റം വരെയുണ്ട്. ഇത്രയുള്ള ബിൽഡിങ്. ഇതിൻ്റെ 4th ഫ്ലോറിൽ ഞാൻ താമസിക്കുന്നത്. താഴെ റിസപ്ഷൻ. ഒരു 2nd ഫ്ലോറിൽ ഫുള്ളായിട്ടും സ്റ്റോർ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് അക്സസ് ഉണ്ട് കേട്ടോ, അവിടെയൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് ഈ സൈഡിൽ കാണുന്ന എല്ലാം ഫാമിലി ഫ്ലാറ്റ്സ് ആണ്. ഈ കാണുന്നതെല്ലാം ഫാമിലി ഫ്ലാറ്റ്സ്. താഴെ ഷോപ്സ്, പാർക്കിങ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. കുറച്ച് എയർപോർട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, എന്നിരുന്നാലും ഓക്കെയാണ്. നമ്മുടെ പ്രൈസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, പാരീസിലെല്ലാം എക്സ്പെൻസീവാണ്. നമുക്ക് അത്രയ്ക്കുള്ള റൂമൊക്കെ കിട്ടുള്ളൂ, എക്സ്പെൻസീവാണ്. ഇതാണ് എൻ്റെ റൂം, എൻ്റെ ബെഡ്, റൂമിൽ ബെഡ്.